പ്രവീണ് ഇത്ര അസൂയാവും ലക്ഷ്മിയോട് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്. പ്രവീണിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു പൂച്ചയെ എടുത്തുണ്ട്, പുള്ളിയുടെ പെറ്റാൻ തോന്നുന്നു, അതിനെ എടുത്തുകൊണ്ട് പ്രവീൺ പറയുന്നുണ്ട് ചില വ്യക്തികളൊക്കെ, അത് ലക്ഷ്മി തന്നെയാണ് ഉദ്ദേശിച്ചത്, ചില വ്യക്തികളൊക്കെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് അനുമോളോട് ഒരു ഇതും ഇല്ലായിരുന്നു, അടുക്കത്ത് പോലും ഇല്ല. അത് ശരിയായ കാര്യമാണ്. എന്നിട്ട് പറയുന്നുണ്ട് പുറത്ത് പോയിട്ട് കണ്ടിട്ട് ശേഷം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു, അനുമോളെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുമോളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വിളിക്കുന്നു, ഇതൊക്കെ പറയുന്നുണ്ട് പ്രവീൺ. എൻ്റെ പ്രവീണെ, അസൂയം കുശുമ്പും ഒക്കെ ഒന്ന് മാറ്റി വേറെ. അപ്പോൾ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. പ്രവീൺ ബിഗ് ബോസിൽ വന്ന സമയത്ത് അനുമോളുമായിട്ട് നന്നായി കൂട്ടുകൂടും, വർത്താനം പറയുകയൊക്കെ ചെയ്തു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പ്രവീൺ പല പ്രാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കൂടി അനുമോൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇല്ലേ, നമ്മളെല്ലാം കണ്ട കാര്യമാണ്. അനുമോളുടെ കൂടെ കൂടുകയും ചെയ്യും. എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയാതല്ല, അവരെ ഇത് ചെയ്യാതെ പ്രവീൺ എല്ലാവരുടെയും കൂടി അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി അനുമോളുമായിട്ട് വഴക്ക് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അനുമോളുമായിട്ട് മിണ്ടത്തില്ല. അത് മെയിൻ കാരണം ഇവർ മറ്റേ ആദിലെ നൂറേയും ലക്ഷ്മിക്ക് ഇഷ്ടമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ തമ്മിൽ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയായിരുന്നില്ല അനുമോൾ, അതുകൊണ്ട് അനുമോളോട് മിണ്ടിയില്ല. ഓക്കെ, സമ്മതിച്ചു. അതല്ല കറക്റ്റായിട്ടുള്ളത്. അല്ലാതെ പുറത്ത് പോയിട്ട് നിന്നിട്ട് ഇനി വന്നിട്ട് അനുമോളോട് ഇത് ചെയ്ത് ലക്ഷ്മിയാണ് സത്യം പറഞ്ഞ് തിരിച്ചു വന്ന അനുമോളും ഭയങ്കരമായിട്ട് സാഡായിട്ടിരുന്ന സമയത്ത് ഇതായിട്ടിരുന്ന. ഇപ്പം അവർക്ക് ഒരുപാട് നമ്മൾ കണ്ടതാണ്, ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അത് ലക്ഷ്മിയുടെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. ലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, ഞാൻ അവിടെ വരുന്നപ്പോൾ ഞാൻ അവരോട് മിണ്ടിയില്ലായിരുന്നു, പ്രത്യേകിച്ച് ഇവരോടൊന്നും ഞാൻ മിണ്ടിയിട്ടില്ല. പക്ഷെ ഞാൻ വന്നത് ഞാൻ ഗെയിമറായിട്ടല്ല, ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനാണ്, സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ലക്ഷ്മി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അനീഷിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യണമെങ്കിൽ. ഷാനവാസിനോട് ഓരോ കാര്യങ്ങളൊക്കെ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അനുമോളോട് ചെയ്തത്. അനുമോളോട് ചെയ്തതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരാളെ തന്നെ എല്ലാവരും കൂടെ ഇട്ട് ടോർച്ചർ ചെയ്യുകയും അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഒരാളെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കാനല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, അവരെ മോട്ടിവേഷൻ ചെയ്ത് ഉള്ളത് നല്ല കാര്യമല്ലേ? പ്രവീൺ എന്തുകൊണ്ട് ചെയ്തില്ല? പ്രവീൺ അവിടെ ചെന്നിട്ട് പ്രവീൺ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, പ്രവീൺ അവിടെ ചെന്ന് ചുമ്മാ വർത്താനം പറയുന്ന വഴക്ക് പിടിക്കുന്നത് പോയിട്ട് റീ എൻട്രി ആയിട്ട് പോയിട്ടും അത് തന്നെയാണ് ചെയ്തത്. ചുമ്മാ അനുമോളുമായിട്ട് വർത്താനം പറഞ്ഞ് കോമഡി അടിച്ചിരിക്കുന്നത്. അനുമോളെ എന്തെങ്കിലും ഒരു അനുമോൾ സങ്കടപ്പെട്ടപ്പോൾ ഒന്നും പ്രവീൺ ചെന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രവീണൊന്നും ആശ്വസിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. പ്രവീൺ ഭായി പറയുന്നുണ്ട്, ഞാൻ അനുമോളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അവളുമായിട്ട് ഏറ്റവും കൂടുതൽ മിണ്ടി എന്നൊക്കെ. ഓക്കെ, അതൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളൊരു സുഹൃത്ത് ഒന്ന് പിണങ്ങി കഴിയുമ്പോൾ, അല്ല, ഒരു സുഹൃത്തിന് ആപത്ത് വരുമ്പോൾ, ആ ആപത്ത് വരുന്ന സുഹൃത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ സുഹൃത്തിന് എന്തെങ്കിലും എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്കെതിരെയായിട്ട് ഒന്നും പറയണ്ട, എന്നാലും ഒന്ന് ആശ്വസിപ്പിക്കാമല്ലോ. പ്രവീൺ അതുപോലും ചെയ്തില്ല. പ്രവീൺ അനുമോള് കപ്പടിച്ചപ്പോൾ ഒക്കെ പ്രവീൺ ഏറ്റവും സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു. ഓക്കെ, അതൊക്കെ ശരി. പക്ഷേ ഈ ലക്ഷ്മി ഇല്ലായിരുന്നെങ്കിൽ അനുമോൾ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് അനുമോളുടെ ഗെയിമിൽ ബാധിക്കുക, അനുമോൾ ഭയങ്കരമായിട്ട് അതവിടെ ലക്ഷ്മി അവിടെ ചെയ്ത് നല്ല കാര്യങ്ങൾ. ലക്ഷ്മി മറ്റുള്ളവരുടെ കൂടെ നിൽക്കാതെ, അനുമോളെ തള്ളിപ്പറയാൻ ഒന്നും ചെയ്യാതെ ലക്ഷ്മി കൂടെ നിന്ന്, അതാണ് യഥാർത്ഥ സുഹൃത്ത്. അത് പ്രവീണ മനസ്സിലാക്കുക. പ്രവീണ ഇത് തന്നെയാണെന്നറിയോ, അയ്യോ എനിക്കുള്ള ക്രെഡിറ്റ് മൊത്തം ലക്ഷ്മി എടുത്തോ. ഇതാണ് പ്രവീൺ. ഇങ്ങനെ ഈ അസൂയം കുശുമ്പൊക്കെ മാറ്റി നിർത്തി പ്രവീൺ. ഇതൊക്കെ പെണ്ണുങ്ങളുടെ പരിപാടിയല്ലേ? നിങ്ങളുടെ ഗെയിം കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി. ലക്ഷ്മി ആരെക്കുറിച്ചും, ഇപ്പം ലക്ഷ്മിയുടെ ഒരു ക്വാളിറ്റി ഞാൻ പറയും, ആരെക്കുറിച്ചും ആവശ്യമില്ലാതെ പറയുകയല്ല പുള്ളിക്കാരി. പല യൂട്യൂബറും പലപ്പോഴും പല ആളുകളുടെയും കാര്യം ചെയ്യും, എനിക്ക് അറിഞ്ഞുകൂടാ, അത് അവരോട് ചോദിക്കാനായി ലക്ഷ്മി പറഞ്ഞു. അത് അവരുടെ ക്വാളിറ്റിയാണ്. ആരെയും ഇത് ചെയ്യുമോ, അവരുടെ കുറ്റങ്ങൾ പറയും, ഒന്നും പുള്ളിക്കാരി ചെയ്തിട്ടില്ല. പുള്ളിക്കാരി അവിടെ നിന്ന് എല്ലാവർക്കും മോട്ടിവേഷൻ ചെയ്തു, പ്രത്യേകിച്ച് അനുമോളെ ആപത്ത് സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. അനുമോളെ നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, അനുമോൾക്ക് ഒരുപാട് നല്ല ഇത് ചെയ്തു ഒക്കെ ചെയ്തു. ഒരാളെങ്കിലും ആശ്വാസം വേണമല്ലോ. അപ്പോൾ ലക്ഷ്മി അത് ചെയ്തു. മറ്റുള്ളവരൊക്കെ മറ്റേ ഗ്യാങ്ങിനെ പേടിച്ചിട്ട് അനുമോളോട് എന്തിനാ മിണ്ടുന്നതൊക്കെ പല ആളുകളും ചോദിക്കും. ലക്ഷ്മിയോട് ആരും ചോദിക്കുകയില്ല. അതുകൊണ്ട് ലക്ഷ്മി കൂടുതലും അനുമായിട്ട് സ്പെൻഡ് ചെയ്തു. അതിന് പ്രവീൺ എന്താ ഇത്ര ചെയ്തത്? അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കുന്നത്, നിങ്ങളുടെ കമൻറ്റുകൾ നിരേഖപ്പെടുത്തും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത്. താങ്ക് യു.